ഹലോ ഗെയ്സ്, ഞങ്ങൾക്ക് ഇച്ചിരി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പുറത്ത് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ഞണ്ടാണ്. അത് ഞങ്ങളിപ്പോൾ കണ്ടിക്കാതിരിക്കുകയാണ്. കണ്ടിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങളതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി ആളായി ഞണ്ട് കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഞണ്ട്. അത് നമ്മൾ വൃത്തിയാക്കി കണ്ടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വൃത്തിയാക്കി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇത് ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരും. നമ്മൾ ഞണ്ട് കറി വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിച്ച് വെച്ച ഞണ്ട് അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കുന്നു. വെള്ളത്തിൽ വേണ്ടതായത് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൊച്ചുള്ളിയും സവാള അരിഞ്ഞത് അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞണ്ട് ഫ്രൈക്കുള്ളത് എല്ലാം എന്താ വാടിയിരിക്കുകയാണ്. നല്ല വാടി നല്ല അടിപൊളിയായ കൂട്ടുകാരെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇത് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ഞണ്ട് ഇതാണ് ഞണ്ട്. ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞണ്ട് ഇന്ന് കൊതി കൊണ്ട് മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ അതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വാടിയ ഇതിനകത്തോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക. നമ്മളതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യുക. പച്ചക്കൂട്ടും ഫ്രൈ ചെയ്യുക. നമ്മളിന് ഞണ്ട് ഫ്രൈ നമ്മൾ വാടിയതിനകത്തോട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ കിടന്ന് മിക്സ് ചെയ്ത് നമ്മളെ ഞണ്ട് ഫ്രൈ ശരിയായിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും സാധനങ്ങളും ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മസാലപ്പൊട്ടും എല്ലാം ഇട്ട് കൊടുക്കാം. ഞണ്ട് ഫ്രൈ